രാമായണ മാസത്തോടനുബന്ധിച്ച് തൃശൂർ ചിന്മയ ഭുവനേശ്വരി നവഗ്രഹ ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന 10ാമത് ശ്രീരാമ സംഗീത സദസ്സ് സമാപിച്ചു. ചിന്മയ മിഷന്റെ സഹകരണത്തോടെ തൃശൂരിലെ നാദബ്രഹ്മം ഫൗണ്ടേഷൻ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് 15 ദിവസം നീണ്ടുനിന്ന ശ്രീരാമ സംഗീത സദസ്സ് സംഘടിപ്പിച്ചത്. രാമായണ മാസത്തെ സംഗീത സാന്ദ്രമാക്കിയ 15 നാളുകൾക്ക് വിരാമമായി. തൃശൂർ ചിന്മയ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ കർക്കിടകം 1-ന് ആരംഭിച്ച 10ാമത് ശ്രീരാമ സംഗീത സദസ്സിന് ഭക്തി നിർഭരമായ സമാപനം. പ്രശസ്ത സംഗീതജ്ഞൻ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ച ശ്രീരാമ സംഗീത സദസ്സിന് പ്രണവം ശങ്കരൻ നമ്പൂതിരിയുടെ ഗാനാർച്ചനയോടെയായിരുന്നു തുടക്കം. എനിക്കിതൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര വർത്തമാനം പറയാൻ പറ്റുന്നുണ്ടല്ലോ, കുറേശ്ശെ എഴുതാനും പറ്റുന്നുണ്ട്. അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എനിക്ക് ആരോടും ശാപവചനങ്ങളില്ല, ഞാൻ സ്നേഹിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇന്നലെ ചെയ്ത വിജയങ്ങളെപ്പറ്റിയൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. നാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ് ആലോചിക്കുന്നത്. ഇന്ന് അതിനെപ്പറ്റി മാത്രമാണ് പറയുന്നത്. പ്രഭാതവേദിയിലും സായാഹ്നവേദിയിലുമായി 60ഓളം കലാകാരന്മാരുടെ ഗാനാർച്ചനയ്ക്കാണ് ശ്രീരാമ സംഗീത സദസ്സ് വേദിയായത്. വീണ വിദ്വാൻ ഗാന കലാതിലക് എ അനന്തപത്മനാഭൻ, അംബികാപുരം ശിവരാമൻ, മാതങ്കി സത്യമൂർത്തി തുടങ്ങി ദക്ഷിണേന്ത്യയിലെ നിരവധി പ്രശസ്ത സംഗീതജ്ഞരുടെയും യുവപ്രതിഭകളുടെയും നിറഞ്ഞ സാന്നിധ്യം സംഗീത സദസ്സിന്റെ സായാഹ്ന വേദിയെ സമ്പന്നമാക്കി. നവസംഗീതജ്ഞർക്കും യുവപ്രതിഭകൾക്കും ഒരുപോലെ അരങ്ങൊരുക്കുന്നതായിരുന്നു സംഗീത സദസ്സിന്റെ പ്രഭാതവേദി. നാദബ്രഹ്മം അംഗങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യവും ഗാനാർച്ചനയുടെ ദിനങ്ങളെ സമ്പന്നമാക്കി. മുതിർന്നവർക്കൊപ്പം ആലാപന മികവുമായി കൊച്ചു ഗായകരും സംഗീതാർച്ചനയിലൂടെ ആസ്വാദകരുടെ മനം കവർന്നു.